എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ഹാഷിം മൂസ എന്ന സുലൈമാൻ ഷായും ആ ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത അഫ്ഗാനി ജിബ്രാൻ എന്ന് പറയുന്ന രണ്ട് പാകിസ്ഥാൻ തീവ്രവാദികളെയും ഇന്ത്യൻ സൈന്യം വധിച്ചത് കഴിഞ്ഞ ജൂലൈ 28 തിങ്കളാഴ്ച പകൽ ഏകദേശം ഒരു 12 മണിയോട് കൂടിയായിരുന്നു. അപ്പോൾ ഓപ്പറേഷൻ മഹാദേവ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഓപ്പറേഷനിൽ മഹാദേവൻ മലനിരകൾക്കിടയിൽ ഒളിച്ചു കഴിയായിരുന്നു. അപ്പോൾ രഹസ്യ വിവരം കിട്ടിയതിനെ തുടർന്ന് സൈന്യം അവിടെ എത്തുകയും ഇവരെ വധിക്കുകയും ചെയ്തു. അപ്പോൾ 29-ാം തീയതി 28-നാണ് ഈ സംഭവം നടക്കുന്നത്. 29-ന് പാർലമെന്റിൽ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അമിത്ഷാ ഉണ്ടല്ലോ, അമിത്ഷാക്ക് ഒരു വലിയ പ്രഖ്യാപനം നടത്തണം. അതായത് രാഹുൽ ഗാന്ധിയും രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ വലിയ രീതിയിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പേരിലാണ് പാർലമെന്റിൽ ചർച്ച നടക്കുന്നത്. പക്ഷേ അവരിപ്പോഴും അതായത് ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനെ നല്ല രീതിയിലുള്ള ചുട്ട മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതിനൊക്കെ വലിയ പ്രസക്തി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആക്രമണം നടത്തിയ 4 തീവ്രവാദികൾ ഇവിടെ പോയി എന്നുള്ള കാര്യങ്ങൾ അവരിങ്ങനെ എല്ലാവരും പ്രതിപക്ഷത്തെ എല്ലാ നേതാക്കന്മാരും ഒന്നടങ്കം ഇങ്ങനെ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിവിടെ പോയി ഓപ്പറേഷൻ സിന്ദൂർ അവിടെ നിൽക്കട്ടെ, പക്ഷേ ആ 4 തീവ്രവാദികൾ ഇവിടെ പോയി എന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധിയൊക്കെ വലിയ രീതിയിൽ ഇങ്ങനെ കോലാഹലം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ചുട്ട മറുപടി കൊടുക്കണം. അപ്പോൾ ഓൾറെഡി അമിത്ഷാക്ക് ഇന്ത്യൻ സൈന്യം ആഭ്യന്തരമന്ത്രിക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, ഞങ്ങളിങ്ങനെ ഓപ്പറേഷൻ മഹാദേവിൽ ഇങ്ങനെ കുറച്ച് ആൾക്കാർ വധിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ അമിത്ഷാക്ക് അത് അറിയണം. അത് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ പാർലമെന്റിൽ വന്നിട്ട് വലിയ രീതിയിൽ പ്രഖ്യാപനം നടത്താൻ പറ്റൂ. ഓപ്പറേഷനിൽ പങ്കെടുത്ത പെഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത എല്ലാവരെയും ഞങ്ങൾ വകവരുത്തിയെന്നവരെ രാജ്യത്തോട് വിളിച്ച് പറയണമെങ്കിൽ അമിത്ഷാക്ക് സോളിഡ് പ്രൂഫ് വേണം. 28-ാം തീയതി ഉച്ചയോട് കൂടിയാണ് ഈ സംഭവം ഇവർ വധിക്കുന്നത്. 29-ാം തീയതിയാണ് പാർലമെന്റിൽ ഇതിൻ്റെ ചർച്ച നടക്കുന്നത്. അപ്പോൾ അമിത്ഷാക്ക് ആ രാത്രി ജൂലൈ 28 എന്ന് പറയുന്ന ആ ദിവസം അമിത്ഷാ ഉറങ്ങിയില്ല. പുലർച്ചെ വരെ പല രീതിയിലുള്ള കാര്യങ്ങളും ഇങ്ങനെ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാജ്യത്തോട് വിളിച്ചു പറയാൻ വേണ്ടി, അതായത് ഇതിൽ നേരിട്ട് പങ്കെടുത്ത ആൾക്കാരെ ഞങ്ങൾ കൊന്നു രാജ്യത്തോട് വിളിച്ചു പറയണമെങ്കിൽ സോളിഡ് പ്രൂഫ് വേണം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അമിത്ഷാ നേരിട്ട് കോർഡിനേറ്റ് ചെയ്തത്. ഇദ്ദേഹം ഒരു ആഭ്യന്തരമന്ത്രിയാണ്. പലപ്പോഴും ആ സീനിയർ ലെവലിലെ ഓഫീസേഴ്സിനെ വെച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ അമിത്ഷാ നേരിട്ട് നടത്തി. അത് ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെഹൽഗാം ഭീകരാക്രമണം നടന്നപ്പോണ്ടല്ലോ അവിടുന്ന് കുറേ ബുള്ളറ്റ്, അവിടുന്ന് കുറേ ബുള്ളറ്റ് കളക്ട് ചെയ്തിരുന്നു. അതായത് ഏകദേശം 26ഓളം ടൂറിസ്റ്റുകൾ കൊല്ലപ്പെട്ടിരുന്നല്ലോ. അവരെ ബോഡിയിൽ നിന്നായിട്ടും അവിടുന്നൊക്കെ കുറേ ബുള്ളറ്റ് കളക്ട് ചെയ്തിരുന്നു. അപ്പോൾ ഈ ബുള്ളറ്റ് പഞ്ചാബിലെ ചണ്ഡീഗഡിലെ ഫോറൻസിക് ലാബിൽ പരിശോധിക്കണം. അതായത് അവിടുന്ന് കളക്ട് ചെയ്ത ബുള്ളറ്റും ഇപ്പോൾ കൊന്നില്ലേ, അതായത് മഹാദേവൻ മലനിരകൾക്കിടയിൽ ഇവന്മാരെ കൊന്നില്ലേ, അപ്പോൾ അവരുടെ കയ്യിലുള്ള ബുള്ളറ്റും സെയിം ആണോ എന്ന് ഫോറൻസിക് ലാബിൽ ടെസ്റ്റ് ചെയ്ത് വെരിഫൈ ചെയ്യണം. അപ്പോൾ ആദ്യം ആ റിപ്പോർട്ട് പെട്ടെന്ന് കിട്ടി കേട്ടോ. പിന്നീട് വേണ്ടതെന്നാണെന്ന് പറയാം, പിന്നീട് വേണ്ടത് ബാലിസ്റ്റിക് ടെസ്റ്റാണ്. ബാലിസ്റ്റിക് ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കുന്നതാണ്. അതായത് വെടിയുണ്ടകൾ പോകുന്ന ഡയറക്ഷനൊക്കെ കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട്, അതായത് അവരുടെ കയ്യിലുള്ള തോക്കും ഈ പെഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ സമയത്ത് അവർ ഉപയോഗിച്ച തോക്കും രണ്ടാണോ അത് ശരിക്കും മനസ്സിലാവും. അതായത് ഈ വെടിയുണ്ടകളുടെ ഡയറക്ഷൻ കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ ട്രാജക്ടറിയൊക്കെ സെറ്റ് ചെയ്ത് കറക്റ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ഈ ബാലിസ്റ്റിക് ടെസ്റ്റ്. അതിൻ്റെ റിസൾട്ട് കിട്ടാൻ കുറേ സമയമെടുക്കും. ഏകദേശം പുലർച്ചെ 3-4 മണിക്കാകുമ്പോഴാണ് ഈ റിസൾട്ട് കിട്ടുന്നത്. ഈ ബാലിസ്റ്റിക് ടെസ്റ്റിൻ്റെ. അപ്പോൾ ആ ബാലിസ്റ്റിക് ടെസ്റ്റും അതായത് ഇന്ത്യൻ ഗവൺമെൻറ് ഉദ്ദേശമാതിരി തന്നെയാണ് ആ കൊല്ലപ്പെട്ട ഭീകരരുടെ കയ്യിലുള്ള ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് ഉപയോഗിച്ച ആ ഗണ്ണും ഏകദേശം സെയിം ആണെന്ന് കണ്ടെത്തി. അപ്പോൾ 2 കാര്യം ഒന്ന് ഉറപ്പുവരുത്തി. അതായത് അവിടുന്ന് ഫോറൻസിക് ലാബിൽ നിന്ന് അവിടുന്ന് കണ്ടെടുത്ത ബുള്ളറ്റും ഇവരുടെ കയ്യിലുള്ള ബുള്ളറ്റും സെയിം ആണെന്ന് ഉറപ്പുവരുത്തി. പിന്നീട് ഇവരുടെ കയ്യിലുള്ള ഗണ്ണും സെയിം ആണെന്ന് ഉറപ്പുവരുത്തി. അപ്പോൾ ഏകദേശം പുലർച്ചെ 4 മണിയായിരുന്നു. അപ്പോൾ 7 മണിക്ക് ഏകദേശം അമിത്ഷാ റെഡിയായി. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ടാണ് എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് അതായത് അമിത്ഷായുടെ മേൽനോട്ടത്തിൽ ആ ഒരു സൂപ്പർവിഷനിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്തിട്ട് ഉറങ്ങാതെ നേരിട്ട് പോയി കുളി കഴിഞ്ഞ് പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് നേരെ പാർലമെൻറ്റിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഉയരുന്ന വലിയൊരു പ്രസക്തമായൊരു ചോദ്യം എന്താണെന്ന് അറിയാം. അതായത് 95 ദിവസം കഴിഞ്ഞു പെഹൽഗാം ഭീകരാക്രമണം നടത്തിയിട്ട് 95 ദിവസം കഴിഞ്ഞിട്ടാണ് ജൂലൈ 28 ഇവന്മാരെ തട്ടുന്നത്. അപ്പോൾ ഇതിൽ പങ്കെടുത്ത ആൾക്കാരെ തട്ടുന്നത്. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഇവരെവിടെ പോയി ആക്രമണം നടത്തിയ ഉടനെ തന്നെ ഇവരെവിടെ പോയി? ഇത് പാകിസ്ഥാൻ അവരെ പെട്ടെന്ന് വന്നു. അപ്പോൾ അവർ ഉദ്ദേശം എന്താണെന്നറിയോ? പെട്ടെന്ന് വന്നിട്ട് ആക്രമണം നടത്തിയിട്ട് അതേ വഴിയിൽ തന്നെ തിരിച്ചു പോകാൻ പറ്റുന്നു. അപ്പോൾ ഇന്ത്യൻ സൈന്യം മനസ്സിലാക്കി ഇവർ ഏത് വഴിയാണ് വന്നത്. അതായത് POKയിൽ നിന്ന് നേരിട്ടുണ്ടല്ലോ, ഇവർ ഒരു തുരങ്കം വഴിയാണ് കാശ്മീരിലെത്തിയത്. അപ്പോൾ ആ തുരങ്കം ഇന്ത്യൻ സൈന്യം എന്ത് ചെയ്തോ? ഇന്ന് ഈ ആക്രമണം നടന്ന ഉടനെ തന്നെ എല്ലാവരും ചോദിച്ചില്ല എന്തുകൊണ്ട് സൈന്യം എത്താൻ വൈകിയെന്നില്ലേ. അപ്പോൾ അവർ ആക്രമണം നടത്തിയിട്ട് തിരിച്ചു പോയി. അപ്പോൾ സൈന്യം പെട്ടെന്ന് അവിടെ എത്താനല്ല അവർ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇന്ത്യൻ സൈന്യം വളഞ്ഞിരുന്നു, എല്ലാ ഏരിയയും വളഞ്ഞിരുന്നു. അവർ ഒരു കാരണവശാലും രാജ്യം വിട്ടു പോകരുത്, പാകിസ്ഥാനിലേക്ക് കടക്കരുത് എന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ അവർക്ക് തന്നെ വിവരം കിട്ടിയിരുന്നു. അതായത് തുരങ്കത്തിലൂടെ അവർ വന്നത്. അത് മറ്റൊരു വഴിയിൽ അവർക്ക് വരാൻ പറ്റില്ല. വലിയ രീതിയിൽ കുറ്റമറ്റ രീതിയിലുള്ള കാര്യങ്ങളാണ് അവർ സെക്യൂരിറ്റി മെഷർമെൻറ്റ് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നത് നേരത്തെ തന്നെ. എന്നിട്ട് അവർ തുരങ്കത്തിലൂടെയാണ് വന്നത്. അത് ശരിക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല.
അപ്പോൾ എന്ത് പണിയെടുത്തു ഈ തുരങ്കത്തിൽ വെള്ളം നിറച്ചു ഇവർ പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതായത് എന്തുകൊണ്ടാണ് വെള്ളം നിറച്ചതെന്ന് വെച്ചാൽ ഇവർക്ക് എൻഷുർ ചെയ്തു ഒരു കാരണവശാലും ഇവർ രാജ്യം വിട്ട് പോകരുതെന്ന്. അപ്പോൾ ആ തുരങ്കത്തിൽ വെള്ളം നിറച്ച കൊണ്ട് അവർക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഈ മഹാദേവൻ മലനിരകൾക്ക് ചെങ്കുത്തായ മലനിരകളുടെ ഇടയിൽ ഇവർ ഒളിച്ചു കഴിഞ്ഞത്. ഈ ഹഷിം ഹുസൈനെ പാകിസ്ഥാൻ ആർമിയിലായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്കുന്ന ഒരാൾ തന്നെയായിരുന്നു ഈ ഹഷിം ഹുസൈൻ. അതുകൊണ്ടാണ് ഈ ചെങ്കുത്തായ മലനിരകൾക്കിടയിലേക്ക് ഒളിച്ചിരുന്നത്. അപ്പോൾ വലിയ ബുദ്ധിമുട്ടായിരുന്നു അവിടെ സിഗ്നൽ എത്താനും റഡാറിൻ്റെ ഈ സിഗ്നലൊക്കെ കിട്ടാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഉപയോഗിച്ചൊരു ചൈനീസ് സെറ്റായിരുന്നു. അപ്പോൾ അത് ഡീകോഡ് ചെയ്യാനും അതിൻ്റെ എന്താ പറയുക ഒരു വലിയൊരു കോംപ്ലിക്കേറ്റഡ് എൻക്രിപ്ഷൻ ആയിരുന്നു അത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ചൈനീസ് ഫോണാണ്. അപ്പോൾ പിന്നീട് അത് ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കിയ ഇത് ഉപയോഗിച്ചിട്ട് അത് അവസാനം ഡിറ്റക്ട് ചെയ്തു. അങ്ങനെയാണ് എന്താ പറയുക രഹസ്യ വിവരങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവരവിടെ കറക്റ്റ് അവർ ട്രാക്ക് ചെയ്യുന്നത്, സൈന്യം കയറി അവരെ തീർക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയാലും ഇതൊക്കെ ഈ ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ടല്ലോ അമിത്ഷാ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഈ ഓപ്പറേഷൻ മഹാദേവിൻ്റെ പല പല കാര്യങ്ങളും അമിത്ഷാ ഓഫീസിലിരുന്ന് പുലർച്ചെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് മുമ്പ് നമ്മളെ ബില്ലാദിനൊക്കെ തട്ടുമ്പോൾ നമ്മൾ അവിടുന്ന് അന്നത്തെ പ്രസിഡന്റ് നേരിട്ട് ലൈവായി കണ്ടിരുന്നു. അവരുടെ ഓപ്പറേഷൻസ് ഒക്കെ നേരിട്ട് എല്ലാം എന്താ പറയുക എല്ലാം ഒപ്പിയെടുത്തിരുന്നു. അവരിപ്പോഴും നല്ല ക്ലിയർ ഫൂട്ടേജ്, നല്ല HD ഫൂട്ടേജ്, 8K ഫൂട്ടേജ് അവരുടെ കയ്യിലുണ്ട്. അതേമാതിരി തന്നെയാണ് അമിത്ഷാ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യണ്ടേ. ആ കോൺഫിഡൻസ് നിങ്ങൾ കണ്ടായിരുന്നു പാർലമെൻറ്റിൽ അമിത്ഷാ വന്നിട്ട് സംസാരിക്കുമ്പോഴേ, പ്രത്യേകിച്ച് ഈ പെഹൽഗാം ഭീകരാക്രമണത്തിൽ അമിത്ഷായുടെ ബോഡി ലാംഗ്വേജോട് അത്രക്കും ഭയങ്കര അഗ്രസീവായിട്ട്, അതായത് താൻ അത്രയും നേരിട്ട് താൻ വേറൊരു ഓഫീസറെ വെക്കാതെ നേരിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കിയിട്ട് അത് നേരിട്ട് എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്തതാണ്. അപ്പോൾ അത്രയും കോൺഫിഡൻസ് ആണ്. അതായത് ഇപ്പോൾ ചിദംബരം തന്നെ പറഞ്ഞില്ലേ ഇവർ പാകിസ്ഥാൻകാരാണെന്ന് എന്താ തെളിവ്, അതായത് അവിടുത്തെ ലോക്കൽ തീവ്രവാദികൾ അല്ലേ പെഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയെന്നൊക്കെ. പക്ഷേ അതൊക്കെ അമിത്ഷാ അത് അടിച്ച് പൊളിച്ച് തകർത്ത് കളഞ്ഞു. കാരണം എന്ന് വെച്ചാൽ അത്രയും സോളിഡ് എവിഡൻസ് ഉണ്ട് പുള്ളിയുടെ കയ്യിൽ. പിന്നെ അത് മാത്രമല്ല പുള്ളിയുടെ സംസാരത്തിൽ തന്നെ അത്രയും കോൺഫിഡൻസ് ഉണ്ട്, അത്രയും കാര്യങ്ങൾ പുള്ളി അറിയാം, നേരിട്ട് എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് തരണം. അപ്പോൾ എന്ത് തന്നെയാലും ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ പെഹൽഗാം ഭീകരാക്രമണത്തിൽ ശരിക്കും രാഷ്ട്രീയ ചാണക്യൻ മാത്രമല്ല എല്ലാം കൊണ്ടും, അതായത് നല്ലൊരു ഓർഗനൈസറും എല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ പറ്റിയ ഒരാൾ തന്നെ, അത്രയും ക്യാപ്പബിളും കപ്പാസിറ്റിയും ഉള്ള ഒരാൾ തന്നെയാണ് അമിത്ഷാ. ശരിക്കും സർദാർ വല്ലഭായ് പട്ടേലിന് ശേഷം ഇന്ത്യയുടെ ഒരു ഉരുക്ക മനുഷ്യൻ എന്ന് വേണമെങ്കിൽ അമിത്ഷാ പറയാം. അപ്പോൾ എന്തിനായാലും പാർലമെൻറ്റിൽ ശരിക്കും അടിച്ച് തകർത്തിരിക്കുകയാണ്. പ്രതിപക്ഷത്തിൻ്റെ എല്ലാവർക്കും കൊടുത്തു, A to Z ആൾക്കാർക്കും കൊടുത്തു. അങ്ങനെ ടോപ്പിലുള്ള ആൾക്കാർക്കുന്നുണ്ട്, താഴെത്തട്ടിൽ ഇന്നലെ മുളച്ച് പൊങ്ങിയ ഇന്നലത്തെ മഴക്ക് മുളച്ച് പൊങ്ങിയ തകര ചീരക്ക് വരെ അമിത്ഷാ അടച്ചു കൊടുത്തു. അപ്പോൾ എന്ത് തന്നെയാലും ഹാറ്റ്സ് ഓഫ് അമിത്ഷാ, അതായത് ഇത്രയും കാര്യങ്ങൾ ചെയ്തിനി. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.